ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധനായിരിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ജോയ്സ്. For just like the days of Noah were, so the coming of the Son of Man will be. ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യപുത്രന്റെ വരവ് അത് നോഹയുടെ കാലഘട്ടം പോലെ ഇരിക്കും. ഒരു പാട്ടിന്റെ വരികൾ പാടിക്കൊണ്ട് നമുക്ക് ഈ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധിയെ തികച്ച് എന്ന് തുടങ്ങുന്ന ചിന്തനീയമായിരിക്കുന്ന ഒരു ഗാനം പാടാം നമുക്ക്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, അതെ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ഹല്ലേലൂയ. ഈ കൊറോണ വൈറസ് ലോകമെമ്പാടും, അമേരിക്കയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും ഇറ്റലിയിലും സ്പെയിനിലും ചൈനയിലും ലോകത്തിന്റെ രാജ്യങ്ങളിലൊക്കെയും പടർന്നു പിടിക്കുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ വാക്സിൻ കണ്ടെത്താനുള്ള വലിയൊരു അശ്രാന്ത പരിശ്രമവും ഒക്കെയും മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പേര് വീട്ടിലിരിക്കുക. 14 ദിവസത്തെ ആ ലോക്ക്ഡൗൺ പീരീഡ് പിന്നെയും കൂടി 40 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അത് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി. പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി, ഒരു ആണ്ട് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സ്കൂൾ തുറക്കാൻ ഒത്തിരി വൈകും. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ അനേക രാജ്യങ്ങളെ പ്രയാസപ്പെടുത്തുന്നു. അനേക പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു. അനേക രാജ്യങ്ങളുടെ സമ്പദ്ഘടന തകർന്നിട്ട് അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നതായിരിക്കുന്ന സംഭവവികാസങ്ങൾ അരങ്ങേറുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരി എന്നോട് ഇങ്ങനെ പറയുവാനായിട്ടിടയായി. ഞാൻ ഈ ദിവസങ്ങളിൽ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികളിൽ മുൻഗണനയുള്ളത് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവർക്കും ഒക്കെയാണെന്ന് പറയുവാൻ ഇടയായി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ഇങ്ങനെ ആ നാളുകളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും കഷ്ടം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ, ഇത് അവസാന കാലഘട്ടത്തിന്റെ ആരംഭമാണോ എന്ന് പറയുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ എടുത്ത ഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലഘട്ടം പോലിരിക്കും എന്നാണ് രേഖപ്പെടുത്തിയത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് നോഹയെക്കുറിച്ച് മനസ്സിലാകുന്നത്. നമുക്കറിയാം, നോഹയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന നോഹയുടെ ചില ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ട്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ട്. അവരുടെ പേര് നോക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കായിരുന്നു. മരണം കൂടാതെ എടുക്കപ്പെട്ട എന്ന് പറയുന്ന ഹാനോക്ക് ഒരു കുടുംബസ്ഥനായിരുന്നു. ഹാനോക്കിനോട് ദൈവം എന്തോ പറഞ്ഞു.
അവൻ ശരിക്കത് കേട്ടു. അത് കേട്ടതുകൊണ്ട് അന്നു മുതൽ അവന്റെ ജീവിതത്തിന് രൂപാന്തരമുണ്ടായി. അവൻ ദൈവത്തോടു കൂടി നടക്കാൻ ആരംഭിച്ചു. ദൈവം അവനെ മരണം കൂടാതെ എടുത്തു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മരണം കൂടാതെ ദൈവം എടുത്തതായി 2 വ്യക്തികളെ കുറിച്ചാണ് ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഹാനോക്കിനെ കുറിച്ചും ഒന്ന് ഏലിയാവിനെ കുറിച്ചുമാണ്. പ്രിയപ്പെട്ടവരെ, ഹാനോക്ക് എന്താണ് ഹാനോക്കിനോട് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഹാനോക്കിനോട് പറഞ്ഞത്, ഹാനോക്കിനൊരു മകൻ ജനിക്കും, ആ മകൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഹാനോക്കിനൊരു മകൻ ജനിക്കും, ആ മകൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഭൂമിക്ക് ഒരു വലിയ നാശം സംഭവിക്കും എന്ന് തന്നെയാണ് ഹാനോക്കിനോട് പറഞ്ഞത്. ഹാനോക്കിന്റെ ജീവിത ശൈലിക്കൊരു മാറ്റമുണ്ടാകുവാൻ, ദൈവവചനത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാക്കാൻ ഇടയായ സാഹചര്യമായിരുന്നു ആ വാക്തത്വം. അതുകൊണ്ട് 2 ഗുണങ്ങൾ നടന്നു. ഒന്ന്, തന്റെ ജീവിതത്തിൽ താൻ ദൈവത്തോട് കൂടെ നടക്കാൻ ആരംഭിച്ചു. ഇന്നും ഇതുപോലെയുള്ള ലോക്ക്ഡൌൺ പീരീഡൊക്കെ ചിലര് ദൈവത്തോട് കൂടെ നടക്കാൻ ആരംഭിക്കുന്ന, തീരുമാനമെടുക്കുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യേകത, തന്റെ ജീവിതത്തിൽ തന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഈ ലോകത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു പിതാവിനെ മനുഷ്യലോകത്തിന് നൽകുവാനിടയായി. അദ്ദേഹത്തിന്റെ പേരാണ് മെത്തുശലഹ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മെത്തുശലഹിന് ലാമിക് എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ലാമിക്കിന്റെ മകനാണ് നാം ഈ വായിച്ചു കേട്ട ദൈവവചന ഭാഗത്ത് കർത്താവായ യേശു പറഞ്ഞ നോഹ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലാമിക്ക് നോഹ ജനിക്കുന്ന സമയത്ത് നോഹയുടെ ജനനത്തിങ്കൽ ഒരു ആശ്വാസം ഉണ്ടാകും, നോഹയിലൂടെ ഒരു ആശ്വാസം ഈ ഭൂമിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നോഹ എന്ന പേരിടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നോഹ തന്റെ തലമുറയിൽ നീതിമാനും നീതി പ്രസംഗിയുമായിരുന്നു എന്ന് ദൈവവചനത്തിൽ അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹയ്ക്ക് 500 വയസ്സാകുന്ന സമയത്താണ് നോഹയോട് ദൈവം ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നമുക്കത് വായിക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്. ആദ്യം അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. So the Lord said, My spirit will not remain in humankind indefinitely, since they are mortal. They will remain for 120 more years. ഇവിടെ കർത്താവ് പറയുന്ന ഒരു വാക്ക് നമ്മൾ ആദ്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് അത്. അതിൽ പറയുന്നത്, ഇനി മനുഷ്യന്റെ ആയുസ് ഞാൻ 120 വർഷമായിട്ട് ചുരുക്കുമെന്നാ പറഞ്ഞത്. വേദപണ്ഡിതന്മാർ പറയുന്നു, ഈ മാനവലോകത്തിന്റെ പാപനിമിത്തം ദൈവത്തിന് ദുഃഖവും ദൈവത്തിന് കോപവും ജനിച്ചു. ദൈവം പറഞ്ഞു, ഇനി മനുഷ്യലോകത്തിന്റെ ആയുസ് 960, 969, 930 വേണ്ട, 120 ആക്കി ഞാൻ മാറ്റും. ചിലർ പറയുന്നു, ആ 120 വർഷമൊക്കെ എടുക്കുമ്പോഴാണ് ഈ നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയം വന്നു എന്നാണ്. അതിന് നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Make thee an ark of gopher wood. Rooms shalt thou make in the ark, and shalt pitch it within and without with pitch. And this is the fashion which thou shalt make it of. The length of the ark shall be 300 cubits, the breadth of it 50 cubits, and the height of it 30 cubits. A window shalt thou make to the ark, and in a cubit shalt thou finish it above. And the door of the ark
shalt thou set in the side thereof, with lower, second, and third stories shalt thou make it. And behold, I, even I, do bring a flood of waters upon the earth, to destroy all flesh, wherein is the breath of life from under heaven, and everything that is in the earth shall die. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നോഹയോട് സംസാരിച്ചിരുന്നു. നോഹയോട് കൃത്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു. നാം വായിച്ചു കേട്ടത്, ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് നാം വായിച്ചു കേട്ട ഈ ഭാഗത്തിന്റെ അർത്ഥം, ദൈവം നോഹയോട് പറയുക, ഒരു പ്രളയം ഉണ്ടാകും, ഈ ഭൂമിയിൽ വലിയൊരു നാശം സംഭവിക്കും. ആ നാശം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. വെറുതെ പറഞ്ഞതല്ല, അത് അതിൻ്റെ നീളവും വീതിയും ഉയരവും കൃത്യതയോടെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം ഒരു 500-510 സ്ക്വയർ ഫീറ്റ് ലെങ്ത്തും, ഒരു ഏകദേശം ഒരു ആ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ലെങ്ത്താണ് ഈ പറയുന്നത്. അത് മാത്രമല്ല 3 സ്പേസ് ഷട്ടിലുകൾ ലെങ്ത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് കണക്ക് കൂട്ടിക്കും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 ഫീറ്റ് ആണ് പറയുന്നത്. ഒരു ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരം. ഇനി അതിന്റെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ ആടുകളെ സൂക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 1,20,000 ആടുകളെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളിൽ സൂക്ഷിക്കാൻ പറ്റും. മാത്രമല്ല അതിന്റെ ഞാൻ പറഞ്ഞു, അതിന്റെ 50 അടി ഉയരം, 510 അടി നീളം, അത്രയുള്ള ഒരു വലിയ ഒരു ബിൽഡിംഗ് പോലെയായിരുന്നു ഈ പറഞ്ഞ. അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞത്? ഹൈറ്റ് ആണ് 30 ക്യൂബിക്സ്. പിന്നെ അതിന്റെ വിഡ്ത്തോ 50 ക്യൂബിക്സ്. ഓക്കെ, അത്രയുമുള്ള വലിപ്പമുള്ള ഒരു 1.5 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വീതിയുള്ള 510 സ്ക്വയർ ഫീറ്റ് നീളമുള്ള ഒരു വലിയ ഒരു പെട്ടകം ഉണ്ടാക്കാൻ നോഹയോട് പറഞ്ഞു. അത് മരം കൊണ്ടുണ്ടാക്കാനാ പറഞ്ഞത്, ഗോഫർ മരം കൊണ്ട്. ഈ ഗോഫർ മരം എന്ന് പറയുന്ന മരത്തെക്കുറിച്ച് ഈ എബ്രായ ഭാഷയിൽ പരിശോധിക്കുമ്പോൾ അങ്ങനൊരു മരത്തെയൊന്നും കാണാൻ കഴിയുന്നില്ല. പുതിയ ഭാഷാന്തരങ്ങളിൽ നോക്കുമ്പോഴും അങ്ങനൊരു മരത്തിന്റെ പേര് കാണുന്നില്ല. അപ്പൊ ചിലര് പറയുന്നു അത് ഒരു സൈപ്രസ് മരമായിരിക്കാം എന്ന് പറയുന്നു. എന്നാൽ ആധുനിക ട്രാൻസ്ലേഷൻസ്, റിസർച്ച് ഒക്കെ ചെയ്ത ട്രാൻസ്ലേഷൻസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം പ്ലെയിൻ വുഡ് എന്നർത്ഥത്തിലാണ്. പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മൾ, പ്ലെയിൻ വുഡ് അല്ലെങ്കിൽ സ്ക്വയർ വുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനായിട്ട് നോഹ ഉപയോഗിച്ച മരങ്ങൾ 50 അടി നീളവും അതുപോലെ 3 അടി ഉള്ള വണ്ണമൊക്കെ ഉള്ള മരങ്ങളാണ് ഉപയോഗിച്ചത്. താൻ ഏകദേശം എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന കണക്കുകൾ വെച്ചുകൊണ്ട് പിറ്റേ ദിവസം ആ കണക്ക് തെറ്റാണ്, അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തല്ലുപിടിക്കാൻ ആരും വരണ്ട. കാരണം ആ കണക്കുകളിലൊന്നല്ല പ്രാധാന്യം അറിയിക്കുന്നത്. എന്റെ സന്ദേശത്തിന്റെ വിഷയം അതിന്റെ കണക്കുകളുമല്ല. ഏകദേശം 50 മുതൽ 75 വർഷം വരെ എടുത്തിട്ടാണ് ഈ പെട്ടകം ഉണ്ടാക്കിയതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നു ഏകദേശം 100 വർഷം എടുത്തിട്ടുണ്ട്. കാരണം ഇത് പറയാൻ കാരണം നോഹയുടെ മക്കളുടെ ജനനവും അവരുടെ വിവാഹം, അവരുടെ ഭാര്യമാരോട് കൂടിയാണ് ഈ പെട്ടകത്തിൽ കയറിയത് എന്നുള്ള ചരിത്രമൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തു വന്നാലും ഏകദേശം 70 വർഷത്തോളം എടുത്തിട്ടാണ് ഈ പെട്ടകം പണിതത്. ഈ ഷിപ്പ്യാർഡുകളിലൊക്കെ പോയവർക്കറിയാം, അവര് ഈ വലിയ കപ്പലുകളൊക്കെ ഉണ്ടാക്കുന്നത്
വളരെ കോൺക്രീറ്റ് ആയിരിക്കുന്ന ഒരു നിരപ്പായ സ്ഥലത്താണ്. ആ സ്ഥലത്ത് അത് ഉണ്ടാക്കും. എന്നിട്ട് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റി വിട്ടിട്ടാണ് അതിനെ ഉയർത്തിയിട്ട് അതിനെ കടലിലേക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്. എന്നാൽ നോഹയ്ക്ക് മഴയെക്കുറിച്ചോ ഫ്ലഡിനെ കുറിച്ചോ യാതൊരു വിവരവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം അവനോട് ഒരു പെട്ടകം പണിയുവാനായിട്ട് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു അത് പണിതത് ജനങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, അല്ലാണ്ട് ഒരു മലയുടെ മുകളിലൊന്നും അല്ല പണിതത്. അത് ജനസമ്പർക്കമുള്ള സ്ഥലത്ത് തന്നെ വലിയൊരു പെട്ടകം പണിതു. ആ പെട്ടകം പണിത നാളുകളിൽ മുഴുവൻ ഒരുപക്ഷെ തൻ്റെ ജോലിക്കാരും, ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, ചിലപ്പോൾ ഒരുപക്ഷെ മെത്തുശലേഖൊക്കെ കൂടിയിട്ടുണ്ടാകാം. കാരണം മെത്തുശലേഖ് മരിച്ചതാണ്ടിലാണ് എന്ത് സംഭവിച്ചത്, ഇത് സംഭവിച്ചത്. അതുകൊണ്ട് മെത്തുശലേഖ് മരിക്കുന്നതിന് 100 വർഷം മുമ്പ് ഇന്നത്തെ പാപ്പന്മാരുടെ മാതിരിയല്ല ആരോഗ്യമുള്ള മെത്തുശലേഖായിരുന്നെങ്കിൽ മെത്തുശലേഖും സഹോദരന്മാരും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സഹായത്തിന് നോഹയുടെ കൂടി കാണാൻ സാധ്യതയുണ്ട്. എനിവേ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവം പറഞ്ഞതുപോലെ നോഹ ഈ പെട്ടകം പണിതു. നിങ്ങൾക്കറിയാം, ദൈവം നോഹയോട് കുടുംബവുമായിട്ട് ആ പെട്ടകത്തിലേക്ക് കയറാൻ പറഞ്ഞു. അവര് കയറി 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ മഴ ആരംഭിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൃഗങ്ങളെ വെച്ച് ആ മൃഗങ്ങളൊക്കെ ഇതിനകത്തേക്ക് കയറി. എന്നെയും നിങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്ന വലിയ കാര്യം, ഈ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ആർക്കിടെക്റ്റും ഷിപ്പ് ബിൽഡറുമായിരിക്കുന്ന നോഹ തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിനകത്തേക്ക് കയറി. അതിന്റെ വാതിൽ ദൈവമാണ് അടച്ചതെന്നാണ് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമം പരിശോധിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 5 ബുദ്ധിയുള്ള കന്യകമാരും 5 ബുദ്ധിയില്ലാത്ത കന്യകമാരും കർത്താവിന് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടു എന്ന ഉപമ പറയുന്നിടത്ത് ആ വാതിൽ ദൈവം മണവാളൻ അടച്ചുവെന്നും ബാക്കിയുള്ളവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നും നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം വായിക്കുന്ന ഈ മറ്റൊരു ഭാഗം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്ന് പറയുന്നിടത്ത് ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ പെട്ടകം പണിതപ്പോൾ ഈ പെട്ടകത്തിന് ആകെ 2 പുറത്തേക്കുള്ള വാതിലൊന്നേ ഉള്ളൂ. ഒരേ ഒരു വാതിലും ഒരു കിളിവാതിൽ, ഒരു വിൻഡോയും ഒരു ഡോറും മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡോർ തുറക്കാനും ഡോർ അടയ്ക്കാനുമുള്ള ഉത്തരവാദിത്തമോ അധികാരമോ നോഹയ്ക്ക് ദൈവം കൊടുത്തതായി കാണുന്നില്ല. ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു, ഞാൻ സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമായിരിക്കുന്ന കർത്താവായ യേശുവാണ് വാഗ്ദത്ത പെട്ടകമെന്ന് ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാതില് ദൈവം അടച്ചു എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു ഇൻഫ്ലുവൻസും, അയ്യോ എന്റെ ഭാര്യ പുറത്തു വെക്കുന്നു, എന്റെ ഭർത്താവ് പുറത്തു വെക്കുന്നു, എന്റെ മക്കൾ പുറത്തു വെക്കുന്നു, എന്റെ പള്ളിയിൽ അച്ഛൻ പുറത്തു വെക്കുന്നു, എന്റെ പാസ്റ്റർ പുറത്തു വെക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഒരു റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അടച്ചാൽ അടച്ചത് തന്നെയാണ്. കൃപയുടെ വാതിൽ ദൈവം അടച്ചാൽ ആർക്കും പിന്നെ രക്ഷയുടെ പെട്ടകത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, അവിടെ 40 ദിവസം മഴ പെയ്തു. 40 ദിവസം മഴ പെയ്തു. ലോകത്തിന്റെ സാംസ്കാരിക ചരിത്രം, സംസ്കാരങ്ങൾ പരിശോധിച്ചാൽ 270-ലധികം സംസ്കാരങ്ങളിൽ ലോകത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായെന്നും
ലോകത്തിന് വൻ നാശങ്ങൾ സംഭവിച്ചു എന്നതിന്റെ തെളിവുകൾ ചരിത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനു പറയുന്നു? മഞ്ഞു പുതച്ചു കിടക്കുന്ന മലകളുടെ മുകളിൽ പോലും മത്സ്യങ്ങളുടെ ഫോസിലുകൾ കണ്ടെത്തിയ ചരിത്രം കണ്ട് ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിലുള്ള മലകൾ മുഴുവൻ വെള്ളത്താൽ മുങ്ങിപ്പോയി എന്ന് ദൈവവചനം പറയുമ്പോൾ 40 പകലും 40 രാത്രിയും മഴ പെയ്തു. പിന്നെ മഴ നിന്നു, പക്ഷെ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് 40 ദിവസം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, എന്തായിരുന്നു നോഹയ്ക്ക് അതിനുള്ളിൽ പരിപാടി? നല്ല റെസ്റ്റ് എടുത്ത് നമ്മിന്ന് ലോക്ക്ഡൌണിൽ കഴിയുന്നത് മാതിരി ലോക്ക്ഡൌണിലുള്ള പലർക്കും ഏറ്റവും തിരക്കാ. എവിടെ? കിച്ചണിൽ. ബ്രെഡ് ഉണ്ടാക്കണം, കേക്ക് ഉണ്ടാക്കണം, വിവിധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കണം. ഒത്തിരി പ്രിപ്പറേഷൻ ടൈമാണ്, ഭയങ്കര പരീക്ഷണങ്ങളുടെ സമയമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൌൺ ടൈമില് നോഹയ്ക്കുണ്ടായിരുന്നു. നോഹ വെറുതെ കേക്ക് ഉണ്ടാക്കിയും ബജി ഉണ്ടാക്കിയും ബിരിയാണി ഉണ്ടാക്കിയും സമയം കളഞ്ഞിരുന്നില്ല. രാത്രിയും പകലും. രാത്രി എഴുന്നേൽക്കുന്ന മൃഗങ്ങൾക്ക് രാത്രിയും, പകലിൽ ഉണരുന്ന മൃഗങ്ങൾക്ക് പകലും ഭക്ഷണം കൊടുക്കുകയും അതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു താൻ. മാത്രമല്ല തന്റെ ഭാര്യയും തന്റെ മക്കളും എല്ലാം. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, 40 ദിവസം കൊണ്ട് ലോക്ക്ഡൌൺ തീർന്നില്ല, പിന്നെയും നീണ്ടുപോയി. 150 ദിവസത്തോളം ആദ്യം നീണ്ടുപോയി, പിന്നെയും നീണ്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ എത്ര ദിവസം? ഇപ്പോ തന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും, ചെറിയ ഇളവുകൾ കൊടുത്തപ്പോഴേക്കും ബാംഗ്ലൂരിൽ എന്റെ സഹോദരൻ വിളിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു, മദ്യഷാപ്പുകളുടെ മുന്നിൽ സ്ത്രീ പുരുഷന്മാരുടെ വലിയ ക്യൂ 1 കിലോമീറ്റർ വരെ. ഞാൻ ചോദിച്ചു, സ്ത്രീ പുരുഷന്മാർ? ഇവിടുത്തെ സ്ത്രീകളൊക്കെ നന്നായി വെള്ളടിക്കുന്നവരാ, ഇപ്പോഴല്ലേ പുറത്തു വന്നിരിക്കുന്ന ആ കാര്യങ്ങള്. 10-40 ദിവസമായിട്ട് വെള്ളടിക്കാതിരുന്നിട്ട് അവരുടെ പരിഭ്രാന്തിയോടുകൂടി ആൾക്കാരൊക്കെ ക്യൂ നിൽക്കാന്ന്. പ്രിയപ്പെട്ടവരെ, 100 എത്ര ദിവസം നോഹയും തന്റെ കുടുംബവും ഈ ലോക്ക്ഡൌണിൽ അല്ലെങ്കിൽ ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, അതും ആ ദിവസങ്ങളെ ചൊല്ലി എന്നോട് തർക്കിക്കരുത്, അതിലും വലിയ പ്രസക്തിയില്ല. പക്ഷേ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ചിലർ പറയുന്നു 370 ദിവസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, 378 ദിവസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. കാരണം ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 1 വർഷക്കാലം അവർ ഈ പെട്ടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഈ വാതിലിന്റെ ചുമതല ആർക്കാ? വാതിലിന്റെ ചുമതല? ആർക്കാ? ദൈവത്തിന്. എന്നാൽ വിൻഡോയുടെ ചുമതല ആർക്കാ? വിൻഡോയുടെ ചുമതല മാത്രമേ ആർക്ക് കൊടുത്തിട്ടുള്ളൂ? നോഹയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. നോഹയ്ക്ക് ഇടയ്ക്ക് വിൻഡോ ഒക്കെ തുറന്നു നോക്കാം, കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ ലോകം മുഴുവൻ ഒരു ലോക്ക്ഡൌൺ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ വാതിലടയ്ക്കാനും തുറക്കാനുമുള്ള അവസാനത്തെ വാക്ക് ദൈവത്തിന്റെ. നമുക്ക് വിൻഡോ കൂടെ ഒക്കെ നോക്കാൻ പറ്റും, അല്ലെങ്കിലും ദൈവിക ശുശ്രൂഷകന്മാർക്കും അല്ലെങ്കിൽ ആത്മീയരെന്ന് പറയുന്നവരും എന്താ പറയാ, വിൻഡോയിലൂടെ നോക്കാനും ഉത്തരവാദിത്വം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്നത് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വയം പ്രിപ്പയർ ചെയ്യുവാനും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റുവാനും അത്രേ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷക്കാരത്തികളുടെ ചുമതല.